പുതിയ രീതിയിലുള്ള ഒരു മോഡുലാർ കിച്ചൺ പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന ചില സംശയങ്ങളാണ് അതിന്റെ വാറന്റി അല്ലെങ്കിൽ ലാസ്റ്റിംഗ് പീരീഡ്, അതുപോലെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ്. അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളെ കിട്ടിയാലോ? നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ കളറിനെ പറ്റി പറയാം. കളറ് പിസ്ത ഗ്രീൻ മൈക്കയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് HDF HMR ലാമിനേറ്റ് ഷീറ്റിൽ നമ്മൾ മൈക്ക ഒട്ടിച്ചതാണ്. കാരണം ക്ലയൻറ്റിന് പിസ്ത ഗ്രീൻ വേണമെന്നുള്ള വഴി നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞ ഒരു എലഗൻറ്റ് ലുക്ക് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ആണ്. നാനോ വൈറ്റിൻ ആണ് വോളിൽ കൊടുത്തിരിക്കുന്നത് സിറാമിക് ടൈൽസ് ആണ്. അപ്പം ഇതിൻ്റെ അടിയിൽ നമ്മളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഗോൾഡൻ എഫക്റ്റാണ് നമുക്ക് തരുന്നത്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിങ്കാണ്. അപ്പോൾ ഈ സിങ്ക് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സിങ്കാണ്. ഇത് മൾട്ടിപർപ്പസ് ആണ് ഈ സിങ്ക്. ഇത് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിയുന്നതിനുള്ളതാണ്. ഗ്ലാസ് വാഷ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഉപകരണമുണ്ട് ഇതിനകത്ത്. അപ്പം പിന്നെ ഇതിൻ്റെ കളർ കണ്ടില്ലേ? ഇത് കളർ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിക്ക് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ. സാധാരണ സിങ്ക് സ്റ്റീലാണുള്ളത്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതിങ്ങനെ നമുക്ക് വലിച്ച് മൂവ് ചെയ്ത് ഏത് ആംഗിളിലും നമുക്ക് ഏത് ആംഗിളിലേക്ക് ഇത് മൂവ് ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമ്മുടെ ഒരു പ്ലേറ്റ് റാക്കാണ്, DTPT എന്ന് പറയും. ഇതിങ്ങനെ നമ്മൾ പ്ലേറ്റൊക്കെ വാഷ് ചെയ്ത് ഇതിനകത്ത് വെക്കാം. പക്ഷേ പ്ലേറ്റിനകത്ത് ഇത്തിരി വെള്ളമോ കാര്യങ്ങളോ ഗ്ലാസും വെക്കാം ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഇതിനകത്ത് ട്രിപ്പ് ട്രേ എന്ന് പറയുന്ന ഒരു ചെറിയ ട്രേ ഉണ്ട്. അപ്പോൾ വെള്ളം വല്ലതും അധികം ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്ത് വീണ്ടും ഈ വാഷ് ബേസിനിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു പ്ലേറ്റ് റാക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ബാസ്ക്കറ്റ് ഉണ്ട്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഹാൻഡിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ പ്രൊഫൈൽ ഹാൻഡിൽ എന്ന് പറയുന്നത് ഒരു മാറ്റ് ഫിനിഷാണ്. പിന്നെ പ്രൊഫൈൽ ഹാൻഡിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പം സാധാരണ ഹാൻഡിലാണ് നമ്മുടെ ദേഹത്തിരിക്കും. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് കപ്പും ഗ്ലാസും പ്ലേറ്റും ഒക്കെ വെക്കാൻ പറ്റും. അതുപോലെ ഇത് സ്ലോ ക്ലോസറാണ് ഇതിൻ്റെ ഇഞ്ചസുകളൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ സ്ലോവിൽ പോയാൽ ഇത് അടയുന്നത്. 2 ബാസ്ക്കറ്റാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. 2 ബാസ്ക്കറ്റ്. ഇതാണ് പ്ലേറ്റ് റാക്കാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഈ HDF HMR എന്ന് പറയുന്നത് അത് ഫയർ പ്രൂഫാണ്. തീ പിടിക്കത്തില്ല, വാട്ടർ പ്രൂഫാണ്. വെള്ളം പിടിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല, ചെതല് പിടിക്കില്ല. അതുകൊണ്ടാണ് ഫ്ലൈ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എങ്കിൽ തന്നെ എത്ര കൂടിയ ഫ്ലൈ ആണെങ്കിലും നമുക്കൊരു പേടിയാണ്. കാരണം കിച്ചണിൽ നമ്മൾ വെള്ളം അല്ലെ സിങ്കുണ്ട്, സിങ്കിൽ നിന്നുള്ള വെള്ളം പിടുത്തോ അല്ലെങ്കിൽ ഭിത്തിയിൽ നിന്നുള്ള വെള്ളം പിടുത്തോ ഒക്കെ വെച്ച് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഡാമേജ് ഉണ്ടാകുമെന്നൊരു പേടിയുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടിവുഡാണ്. ഭിത്തിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡും മൾട്ടിവുഡാണ്. പിന്നെ ഇത് താഴെ നിന്ന് തറയിൽ നിന്ന് ഇതിന് നമ്മളൊരു ലെഗ് വെച്ചിട്ടുണ്ട്. ആ ലെഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ PVC ലെഗാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വെച്ചിരിക്കുന്ന കട്ടിങ്ങും, ആ സ്കർട്ടിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മൾ തറയൊക്കെ തുടയ്ക്കുമ്പം മോപ്പ് വെച്ച് തുടയ്ക്കുമ്പോൾ ഇപ്പോൾ വെള്ളം ചിലപ്പം ഇതിനകത്ത് കയറി പിടിച്ച് വെള്ളം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് PVC സ്കർട്ടിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്തേക്കുന്നത്.